നെഞ്ചുലയാത്ത ഒരു മലയാളിയും ഇന്ന് ഈ ഭൂലോകത്തിൽ. ഒരു മലയില്ലാതാക്കിയ ജീവിതത്തെ ഓർത്ത് ആനനോട് പറഞ്ഞ് ഞങ്ങള് സ്വന്തം കൺമുന്നിലൂടെ ഒഴുകിപ്പോയ സ്വന്തം പ്രിയപ്പെട്ടവരെ ഓർത്ത് ഒരു മനുഷ്യായുസ്സിൽ ഉണ്ടാക്കിയത് മുഴുവൻ തകർന്ന് കൺമുന്നിലൂടെ ഒഴുകിപ്പോയവരുടെ നിസ്സഹായത എല്ലാം നഷ്ടപ്പെട്ട് കണ്ണീർ കയത്തിൽ അലിഞ്ഞുപോയ മനുഷ്യ മനസ്സുകളെ മറ്റ് ജീവജാലങ്ങളെ സങ്കടത്തിന്റെ നടുക്കടലിലാണ് ഓരോ മലയാളിയും ഒറ്റക്കെട്ടായി ഒരമ്മ പെറ്റ മക്കളെ പോലെ ഏതു വിധേനയും എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഇതും നേരിടാനുള്ള ഒത്തൊരുമയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നഷ്ടത്തിൻ്റെ വില എന്താണെന്ന്. ആ നഷ്ടത്തിൻ്റെ വ്യാപ്തി കൂട്ടാതിരിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ സമയത്ത് ഞങ്ങളുടെ മുഖത്ത് നോക്കി ആര് എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും ഇത് ഞങ്ങളോട് ചെയ്യുന്ന ചതിയാണ്. ഞങ്ങൾക്കിപ്പോൾ ആവശ്യം ഉറ്റവരെയും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തിരിച്ചുവരവാണ്. അവിടെ പുതിയ നാമ്പുകൾ കിളിർത്ത് അവർ പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പ്രത്യാശയാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച്, കേരളത്തിലുണ്ടാകുന്ന കാലാവസ്ഥയെക്കുറിച്ച്, കേരളത്തിലെ മലയോര ജനത അനുഭവിക്കുന്ന ഉരുൾപൊട്ടലായാലും മണ്ണിടിച്ചിലായാലും തീരപ്രദേശത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കടൽക്ഷോഭമായാലും ഇടനാടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വെള്ളപ്പൊക്കമായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പ്രകൃതി അതിൻ്റെ കലിതുള്ളൽ ആരംഭിച്ച് നാള് കുറേയായി. ഞങ്ങൾക്കിവിടെ റെഡ് അലേർട്ടോ യെല്ലോ അലേർട്ടോ എന്തെങ്കിലും ഒരു അലേർട്ട് ഇല്ലാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സത്യം. അങ്ങനെ മഴ അതിൻ്റെ അസുരതാണ്ഡവം ഞങ്ങളുടെ മുന്നിലൂടെ പെയ്തിറങ്ങുമ്പോൾ നിസ്സഹായരായ ഒരു ജനത ഇവിടെയുണ്ട്. അവരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്നത് ഏത് മന്ത്രി പൊങ്കുവനായാലും അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. കേരളത്തിലെ എല്ലാ എംപിമാരും ഇന്ത്യൻ ഭരണകൂടത്തെ നേരിട്ട് പോയി കണ്ട് കേരളത്തിന് പ്രത്യേകമായ നിവാരണ ഫണ്ട് ബജറ്റിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇതിനെതിരെ മുഖം തിരിച്ചവർ ഇന്ന് ഈ ദുരന്തത്തിനിടയിൽ പറഞ്ഞ ചില വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. മുൻകൂറായി അലേർട്ട് നൽകിയിരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ മഴക്കാലം ആരംഭിച്ചതിന് ശേഷം എത്രയെത്ര റെഡ് അലേർട്ടുകൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പ്രകൃതിക്ഷോഭത്തിനിടയിൽ ജീവിക്കുന്ന ഞങ്ങൾ കൃത്യമായി എവിടെയെന്ന് പറയാത്ത യാതൊരു റെഡ് അലേർട്ടും ഈ കേരളത്തിൽ നടപ്പാവില്ല. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ജനങ്ങൾ വ്യത്യസ്തമായ ഭൂപ്രകൃതിയിൽ വ്യത്യസ്തമായ പ്രകൃതിക്ഷോഭങ്ങളോട് മല്ലിട്ട് ജീവിക്കുന്നവരാണ്. അതാണ് ഞങ്ങളുടെ ആവശ്യം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉരുൾപൊട്ടൽ മേഖലകൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഏതു മേഖലയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് എന്ന് മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ നാട്ടിന് ആവശ്യം. അല്ലാതെ റെഡ് അലേർട്ട് നൽകി ഈ നാട്ടിന് മഴയുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ പോയി താമസിക്കും. ഇവിടെ ഒഴുകിപ്പോയവർ അവർ ഏറ്റവും സുരക്ഷിതരാണ് എന്ന് പ്രതീക്ഷിച്ച് ജീവിച്ചവരാണ്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ നാട് ഒരു മല അങ്ങനെ തന്നെ വന്ന് എടുത്തുകൊണ്ടുപോകുമെന്ന്. ഞങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ കൊണ്ടുപോകുമെന്നും ഒരു മനുഷ്യനും ഇവിടെ ചിന്തിച്ചിരുന്നില്ല. അവർ ജീവിക്കുന്ന പ്രദേശം, അവരവർ ജീവിക്കുന്ന താമസ സ്ഥലം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും സുരക്ഷിതവുമായ സ്ഥലമാണ്. അതിന് ഞങ്ങൾക്കിവിടെ ആവശ്യം കൃത്യമായ സ്ഥലം തിരിച്ചുള്ള മുന്നറിയിപ്പാണ്. അതിനുള്ള ഉപകരണങ്ങളാണ്. ഇനി വരുന്ന നാളുകളിൽ നമുക്കത് കണ്ടെത്താൻ, നമുക്കത് നേടിയെടുക്കാൻ കഴിയട്ടെ. കൂടാതെ ഞങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ ഒരു അജണ്ടയേ അല്ല. ആയിരുന്നെങ്കിൽ
जो മുല്ലപ്പെരിയാറിന്റെ സ്ഥാനത്ത് പണ്ടേ ഒരു പുതിയ ഡാം കേരളത്തിൽ പണിത് കഴിഞ്ഞിട്ടുണ്ടാകും. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒറ്റക്കെട്ടായ പോരാട്ടത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ നാടിനെ തിരിച്ചു പിടിക്കും. ഞങ്ങൾ ഇനിയും സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഈ മണ്ണിൽ ജീവിക്കും. അത് ഞങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു തരും. गुजरात सरकार को हमने साइक्लोन का अलर्ट 3 दिन पहले भेजा, एक पशु भी नहीं मरा सर। मगर मैं बड़ी विनम्रता के साथ कहना चाहता हूं कि आप जो घिसे पिटे शब्द यहां लेकर आए हैं और डिमांड ही करते जा रहे हैं, अर्ली वार्निंग सिस्टम है। भारत सरकार ने 14 के बाद अर्ली वार्निंग सिस्टम के लिए 2000 करोड़ रुपया खर्च किया है और इसको साझा किया जाता है मान्यवर। 7 दिन पहले हर राज्य को सूचना भेजी जाती है और वो सूचना साइट पर सबके लिए भी उपलब्ध है, मान्य सांसदों के लिए भी उपलब्ध है। मगर कुछ लोगों को है कि यहाँ की साइटें खोलते ही नहीं है, विदेश की ही खोलते हैं। तो अब विदेश में तो इसकी अर्ली वार्निंग सिस्टम आएगी नहीं, हमारी साइट देखनी पड़ेगी मान्यवर। वर्षा, एक मिनट, अब सुनो भाई, मैंने ध्यान से आपको सुना है, सुनिए जरा। नो डोंट प्लीज, इस तरह से नहीं चलेगा, सदन है। फैक्ट्स एंड फिगर्स एंड डिटेल्स आर बीइंग इंपॉर्टेंट, प्लीज मान्यवर। ऑनरेबल मिनिस्टर, मैं तो उस उद्देश्य से ही कहता हूं इसको सुनकर सभी राज्य अलर्ट हो, अर्ली में अलर्ट हो जाए। मेरा किसी को ताना लगाने का आशय नहीं है। वर्षा के लिए अर्ली वार्निंग सिस्टम है, हीट वेव के लिए है, तूफान के लिए है, चक्रवात के लिए है, यहां तक बिजली के लिए भी अर्ली वार्निंग सिस्टम है। जो 10 मिनट पहले बिजली अक्षांश रेखांक के साथ कहां गिरेगी वो सीधा कलेक्टर को इन्फॉर्म करती, मगर इसका कोई जिक्र नहीं कर रहा है। मैं तो मानता हूं जानकारी का अभाव होगा, जानकारी का अभाव है तो भी ठीक नहीं है, और राजनीति है मान्यवर तो बहुत दुखद है मान्यवर। कई सारे राज्यों ने इसका उपयोग भी किया है और परिणाम भी आए हैं, और इस अर्ली वार्निंग सिस्टम के तहत मैं आज सदन को बताना चाहता हूं, 23 तारीख को ही मेरे ही अनुमोदन से 9 एनडीआरएफ की टीमें केरल के लिए रवाना हो गई थी कि वहां लैंडस्लाइड आ सकता है। भारत सरकार ने 9 एनडीआरएफ की टीमें विमान से वहां भेजी। मैं पूछ सकता हूं मान्यवर, इतना मुझे पूछते हैं सारे लोग, केरल सरकार ने क्या किया? अनधिकृत लोग रह रहे थे, नहीं रह रहे थे, मगर वल्नरेबल सिचुएशन तो थी। इनको शिफ्ट किया गया क्या? क्यों नहीं किया गया? कौन रोकता था? और शिफ्ट किया तो मरे कैसे? शिफ्ट पहले नहीं किया गया है, बाद में किया गया है। जितना बोलोगे उतना नुकसान होगा। मैं बोलना नहीं चाहता, परंतु जब आप आरोपात्मक तरीके से बात करते, मैं शांति से यहाँ बैठकर सुनने ही आया। मान्यवर, मैं आज आपके माध्यम से कहना चाहता हूं कि अर्ली वार्निंग सिस्टम नरेंद्र मोदी जी 2014 में प्रधानमंत्री बने, 2016 से ये प्रोजेक्ट चालू हुआ और 23 तक दुनिया की सबसे आधुनिक अर्ली वार्निंग सिस्टम कहीं पर है तो भारत में। और इसका 7 दिन पहले इसका अनुमान देने वाले 4 ही देश है, उसमें से एक भारत है। मगर उसको पढ़ना पड़ता है, डिमांड करने से कुछ नहीं होता मान्यवर। जो उन्होंने कहा कि भाई डिजास्टर के पैसे रिलीज करने का राज्य के साथ पास अधिकार नहीं है, वो गलत है मान्यवर। मैं इसकी भी स्पष्टता करना चाहता हूं क्योंकि सदन का रिकॉर्ड साफ रहना चाहिए। एसडीआरएफ में 10% राशि कोई भी राज्य अपने हिसाब से अपनी गाइडलाइन से इश्यू कर सकता है, और 100% राशि भारत सरकार की जो गाइडलाइन इश्यू हुई है, गाइडलाइन इश्यू के किसी भी परमिशन की भारत सरकार की जरूरत नहीं है, गाइडलाइन को सिर्फ फॉलो करना है। मगर जो ये डिजास्टर के पैसे हैं और कोई हेड के अंदर तो खर्च नहीं हो सकते।
हमें इतना तो चेक एंड बैलेंस रखना पड़ेगा। तो फिर भी 10% खर्च तो डिजास्टर के नाम से कुछ भी आप करें कोई नहीं पूछता। 90% खर्च आप गाइडलाइन के हिसाब से डिजास्टर के लिए भारत सरकार की कोई परमिशन लेने की जरूरत नहीं। और बंगाल का भी कहा मान्यवर, डिटेल स्टेटमेंट नित्यानंद जी पढ़ेगी, मतलब मैं स्ट्रक्चर्ड स्टेटमेंट नहीं दे रहा हूं, सिर्फ स्पष्टताएं कर रहा हूं। मान्यवर बंगाल का भी कहा, हमने 6,244 करोड़ रुपया 14 से 24 तक बंगाल के अप्रूव किए हैं और जिस प्रकार से इनके खर्च का हिसाब आता है इस हिसाब से रिलीज होते हैं, उसमें से 4619 करोड़ रुपया हमने रीएम्बर्स कर दिया है। मगर वहां थोड़ा प्रॉब्लम है हिसाब भेजने में। अब वो तो मैं अच्छे से नहीं कर सकता साहब, बंगाल ने ही करना पड़ेगा। अकाउंट देना पड़ता है तो सरकार है, कोई पॉलिटिकल पार्टी नहीं है ना। सरकार के कुछ रूल्स होते हैं, रेगुलेशन होते हैं, अकाउंटिंग सिस्टम होती है, एजी का ऑडिट होता है। हम किसी को नहीं मानेंगे तो थोड़ी तकलीफ आएगी, मगर धीरे धीरे आदत पड़ रही है, इंप्रूवमेंट आया है। इसीलिए 6244 में से 4619 करोड़ रुपया इनका रिलीज हो चुका है। और मैं फिर से कहना चाहता हूं मान्यवर, अर्ली वार्निंग सिस्टम दी गई थी, इसीलिए 23 तारीख को हमने एनडीआरएफ की 9 बटालियन वहां पर 9 बटालियन वहां पर हमने भेज दी थी और 3 कल रवाना करी है। एनडीआरएफ की बटालियन उतरने से भी अलर्ट अगर हो जाते तो काफी कुछ बच जाता, मगर मैं किसी पे दोषारोपण नहीं करना चाहता हूं। ये समय है केरल की सरकार के साथ खड़ा रहने का, केरल की जनता के साथ खड़ा रहने का और जो लोगों की हानि हुई उनके साथ खड़ा रहने का। मैं सदन को विश्वास दिलाना चाहता हूं, इरिस्पेक्टिव ऑफ पार्टी पॉलिटिक्स, नरेंद्र मोदी सरकार केरल की जनता और केरल की सरकार दोनों के साथ चट्टान की तरह खड़ी रहेगी, किसी को संशय रखने की जरूरत नहीं।